ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പേര് പ്രവീൺ എന്നാണ്. ഞാനിപ്പോൾ ഭൂത്താങ്കട്ടിൽ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ 3rd ഗ്രേഡ് ഓഫീസറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഇതിന് മുൻപ് ഞാൻ വർക്ക് ചെയ്തിരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലായിരുന്നു. അതിനു മുൻപ് ലാർസൻ ആൻഡ് ട്യൂബ്രോയിലായിരുന്നു. അപ്പോൾ ഷിൻഡോ സാറിൻ്റെ ഹോളിമാത അക്കാദമിയെ കുറിച്ചിട്ട് 2 വാക്ക് പറയണം എന്ന് പറഞ്ഞപ്പോൾ ആക്ച്വലി 2 വാക്കല്ല, ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനായിട്ടുണ്ട്. അത് ഈ ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുമെന്നറിയില്ല, എങ്കിലും ഞാൻ പറഞ്ഞു തുടങ്ങാം. നമുക്ക് ഗവൺമെൻറ് ജോലി വേണം എന്നൊരു തോന്നൽ ഉണ്ടാവണത് അത് എപ്പോഴാണെന്നുള്ളത് പറയാൻ പറ്റില്ല. എനിക്ക് ഒരുപാട് വൈകിയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഞാൻ ലാർസൻ ആൻഡ് ട്യൂബ്രോയിൽ L&Tയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 3-3.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഇങ്ങനത്തെ തോന്നൽ വന്നത്, ഒരു ഗവൺമെൻറ് ജോലി വേണം എന്നുള്ളത്. അങ്ങനെ എനിക്ക് ഗവൺമെൻറ് ജോലി ഒന്നും കിട്ടണമെങ്കിൽ മുമ്പ് തന്നെ ഞാൻ ലാർസൻ L&Tയിലെ ജോലി റിസൈൻ ചെയ്തു. അതിവിടെ ആയിരുന്നില്ല, ഔട്ട് ഓഫ് കേരളമായിരുന്നു. അതുകൊണ്ട് റിസൈൻ ചെയ്തു, നാട്ടിൽ വന്നു. നാട്ടിൽ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തോടുകൂടിയാണ് വന്നത്. അപ്പോൾ അറിഞ്ഞും കേട്ടൊക്കെ ഞാൻ ജസ്റ്റ് ആലുവയിൽ ഇങ്ങനെ ഒരു സാറ് ക്ലാസ് നടത്തുന്നുണ്ട്, അപ്പം അവിടെ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്, അല്ലാതെ കൂടുതൽ വേറെ ക്ലാസ്സുകളെ കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. അങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2017 അന്ന് ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ സാറ് പറഞ്ഞത്, നിങ്ങളുടെ എക്സാംസ് എല്ലാം ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്, വേക്കൻസികളൊന്നുമില്ല, അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ജോലി എപ്പോൾ കിട്ടുമെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അപ്പം നിങ്ങളിപ്പോൾ എന്താണ് നിങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള അത് കണ്ടിന്യൂ ചെയ്തു എന്നുള്ളതാണ് പറഞ്ഞത്. ആക്ച്വലി ഞാൻ ഈ ജോലിക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത്, നമ്മുടെ ഒരു മനസ്സിലെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10 എക്സാം എഴുതാം, 10 എക്സാം എഴുതി കഴിയുമ്പോഴത്തേക്കും ഒരെണ്ണമെങ്കിലും കിട്ടാതിരിക്കുമോ എന്നുള്ളൊരു തോന്നൽ. അത് തന്നെയുമല്ല, ഇതിൻ്റെ ഒരു ടൈം ഫ്രെയിം മനസ്സിൽ കണ്ടിരുന്നത് ഒരു 6 മാസത്തിനുള്ളിൽ കിട്ടുമായിരിക്കും എന്നൊക്കെ ഉള്ള ടൈം ഫ്രെയിമൊക്കെ വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി വന്നത്. ഓക്കെ, ഞാനിവിടെ വന്നത് കേട്ടതും അതിനെക്കുറിച്ച് പിന്നെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര പ്രശ്നമായിരുന്നു. അതായത് 2016 ഏകദേശം എല്ലാ എക്സാമുകളും കവർ ചെയ്ത്, എല്ലാ വേക്കൻസികളും കവർ ചെയ്ത്, എക്സാംസും അതിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഏകദേശം ഒരു 1-2 കൊല്ലം ഈ പരിപാടി ഇല്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ചെറിയ 1-2 എക്സാമുകൾ ഇടയ്ക്ക് വരുന്നുണ്ടെന്നല്ലാതെ മെയിൻ വേക്കൻസികളൊക്കെ അതിനകത്ത് കവറായി പോയിരുന്നു. ഓക്കെ, അങ്ങനെ എൻ്റെ പകുതി സംഭവം കൂടെ പോയി കിട്ടിയപ്പോൾ, അപ്പോൾ അതിന് ശേഷം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ജനറൽ PSCക്ക് ട്രൈ ചെയ്തു. മീൻസ് നമുക്ക് ഈ വേക്കൻസി എന്തായാലും ഇല്ല, ഇപ്പോൾ പഠിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് സാറ് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റ് LDC അല്ലെങ്കിൽ പോലീസോ അങ്ങനെ എന്തെങ്കിലും കിട്ടുക എന്നുള്ളൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ജനറൽ PSC പഠിച്ചു തുടങ്ങി. അങ്ങനെ പഠിച്ച് കുറച്ചങ്ങോട്ട് 2017 കഴിഞ്ഞപ്പോഴത്തേക്കും 2018 ആയി. അപ്പോഴേക്കും നമ്മുടെ പോലീസിനകത്തൊക്കെ അതിൻ്റെ ചെറിയ റാങ്ക് ലിസ്റ്റുകളിലൊക്കെ ഏകദേശം ഓക്കെ ആയി വന്നു തുടങ്ങിയിരുന്നു. അപ്പോൾ സാറിനും ഒരു കോൺഫിഡൻസ് ആയി. സാറിന് കോൺഫിഡൻസ് ആയെന്ന് വെച്ചാൽ സാറിന് ഒരു 1000 പിള്ളേരുടെ കാര്യത്തിൽ ഒറ്റ കാര്യം എൻ്റെ അടുത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ അടുത്ത് ഈവൻ ഈ കാര്യങ്ങൾ വരെ വിളിച്ചു ചോദിക്കുമായിരുന്നു. ഈ പോലീസിൻ്റെ എന്താണ്, ഇങ്ങനെയൊക്കെയാണ് റാങ്ക് ലിസ്റ്റ് എത്രയുണ്ടെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, മാർക്ക് ഇങ്ങനെയൊക്കെയാണുള്ളതെന്ന് പറഞ്ഞു. അപ്പം നീ എന്തായാലും ബാക്കിയുള്ള ട്രൈ ചെയ്ത് നിനക്ക് കിട്ടുമെന്ന് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷെ അന്ന് എൻ്റെ മാർക്ക് ഏതാണ്ട് ഒരു 36, 35, 33 അങ്ങനെ എന്തോ മറ്റായിരുന്നു. അതായത് എനിക്കൊരു വിശ്വാസമില്ല എനിക്കത് കിട്ടും എന്നുള്ളത്. പക്ഷെ സാറിൻ്റെ അടുത്ത് പറയുകയാണ് അത് കിട്ടും, നീ ധൈര്യമായിട്ട് കണ്ടിന്യൂ അതിൻ്റെ ഫിസിക്കൽ പ്രാക്ടീസൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്തില്ല. അപ്പോൾ ആക്ച്വലി ഇത് സിവിലിൻ്റെ ക്ലാസ് മാത്രമല്ല, സാറ് ജനറലിൻ്റെ PSC വീട്ടിൽ ബാക്കിയുള്ള പിള്ളേർക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ടൊക്കെ അങ്ങനെ ചെയ്തിരുന്നു എന്നുള്ളത് സാറ് പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഞാൻ ആക്ച്വലി ആ ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്തില്ല സാറിന്. കാരണം എനിക്ക് അതിനകത്തുള്ള സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാനത് ചെയ്തില്ല, അതാണ് സത്യം. അതിനുശേഷം
റാങ്ക് ലിസ്റ്റ് വന്ന് മീൻസ് ഷോർട്ട് ലിസ്റ്റ് മാർക്ക് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആക്ച്വലി ലിസ്റ്റിലുണ്ട്, പക്ഷെ ഫിസിക്കൽ പ്രാക്ടീസ് ചെയ്യാത്തതുകൊണ്ട് എനിക്കത് കിട്ടിയില്ല. അതായിരുന്നു സംഭവം. ഓക്കെ, അപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു കോൺഫിഡൻസ് ആയി. സാറ് പറയണ കാര്യങ്ങൾ, സാറ് അളന്ന് കുറിച്ചാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതായത് ഇത്ര മാർക്ക് ഏകദേശം കട്ട് ഓഫ് വരുമെന്ന് പറഞ്ഞാൽ അത്രേ മാർക്ക് തന്നെ കട്ട് ഓഫ് വന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയി. അല്ലെങ്കിലും ഇപ്പോൾ ആദ്യമേ തുടങ്ങിയിട്ട് നമുക്ക് ക്ലാസ്സുകളിൽ പറഞ്ഞ് കേട്ട്, ഇപ്പോൾ ഈ വീഡിയോകളിൽ എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവുമല്ലോ സാറിൻ്റെ മോട്ടിവേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഞാൻ അതിനെക്കുറിച്ച് ഒരുപാട് അങ്ങോട്ട് കിടക്കുന്നില്ല, കാരണം എല്ലാവരും പറയുന്ന കാര്യം തന്നെ റിപ്പീറ്റ് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കിടക്കുന്നില്ല. അത് 100% ഉറപ്പായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് ഇപ്പം ഞാനാണ് ഗ്യാരണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് ഡിപ്ലോമയ്ക്കൊന്നും ഒരുപാട് മാർക്കുകളൊന്നും ഉണ്ടായില്ല. ഞാനൊരു ആവറേജ് ബിലോ ആവറേജ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സംഭവം കിട്ടി, എനിക്കിങ്ങനെ ഒരു ജോലി കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 100% നിങ്ങൾക്ക് ആവശ്യമുണ്ട്. പിന്നെ അപ്പോൾ ഞാൻ കഥയുടെ ചെറിയൊരു കണ്ടിന്യൂഷനോട് കംപ്ലീറ്റ് ചെയ്യാം. 2018 നോട്ടിഫിക്കേഷൻസ് വന്നു. അപ്പോൾ സാർ പറഞ്ഞു ഇങ്ങനെ നിങ്ങളിപ്പോൾ പഠിച്ചു തുടങ്ങണം, പഠിച്ചു തുടങ്ങി കഴിഞ്ഞാൽ ഓക്കെ ആയിരിക്കും, പിന്നെ കവർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഷിപ്പ് യാർഡിലൊരു ജോലിയുണ്ട്. ഞാനങ്ങനെ ഷിപ്പ് യാർഡിലെ ജോലി കഴിഞ്ഞിട്ട് വൈകിട്ട് രാത്രി എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പഠിക്കാനായിട്ടൊരു സ്പേസ്, അതായത് സെപ്പറേറ്റ് സ്പേസ് വേണം. വീട്ടിൽ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ട് എൻഗേജ്ഡ് ആയി പോകും. അങ്ങനെ എനിക്ക് പഠിക്കാനായിട്ടൊരു സെപ്പറേറ്റ് സ്പേസ് വേണം, അതായത് ഡിസ്ട്രാക്ഷൻ ഇല്ലാത്ത ഒരു സ്പേസ് വേണം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നീ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് പഠിക്കുക, ആലുവയിൽ ക്ലാസ്സിലിരുന്നിട്ട് പഠിക്കുക. എപ്പോഴാണെന്ന് വെച്ചാൽ ശനി ഞായറും അതേപോലെ ഈവനിങ് ടൈമൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഇരുന്നിട്ട് പഠിക്കുന്നു പറഞ്ഞിട്ട് എനിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് കീ ഉണ്ടാക്കി എന്നുള്ളതാണ് സത്യം. എന്നിട്ട് ഞാൻ അവിടെ ചെല്ലുമ്പോഴത്തേക്കും, അതായത് ഷിപ്പ് യാർഡിലെ വർക്ക് കഴിഞ്ഞ ഏകദേശം 5 മണിക്ക് വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആലുവയിൽ ഏകദേശം ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തും. അവിടെ എന്തെങ്കിലും സ്നാക്സ് കഴിക്കും, ആലുവയിലിരിക്കും. ആലുവയിൽ ഒരു 10, 11, 12 മണിയൊക്കെ വരെയൊക്കെ ഞാനിരിക്കും രാത്രി. അതിനുശേഷം ചെറായിലാണ് എൻ്റെ വീട്. എന്നുവെച്ചാൽ അവിടെ നിന്ന് ഒരു 1/2 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ ഇരുന്നിട്ട് ഞാൻ പോരും. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയർ അത് തന്നെയാണ്. കാരണം ഞാൻ ശനി ഞായറൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കാണാം അവിടെയുള്ള പിള്ളേർ എങ്ങനെയാണ്, അതായത് ശനി ഞായർ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇപ്പം ജോലിക്ക് പോകാതെ പഠിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ. അപ്പോൾ ഇവർ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുകയാണ്. അതായത് ഭയങ്കര കോമ്പറ്റീഷൻ, ഭയങ്കര ആ കമ്പൈൻ സ്റ്റഡിയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് ഇതുപോലുള്ള ക്ലാസ്സുകളിൽ ഇരിക്കുമ്പോഴുള്ളൊരു പ്രത്യേകതയാണത്. ഭയങ്കര പഠിപ്പാണ്. അപ്പം അത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ തന്നെയാണ് വീണ്ടും ആ ക്ലാസ്സിൽ തന്നെയാണ് ചെന്നിരിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ഫീൽ വരികയാണത്, ഞാൻ ആക്ച്വലി ജോലിക്ക് പോയതിന് ശേഷം പഠിക്കുന്ന ആളാണ്. അപ്പം ഇതിൻ്റെ ഒരു 90% ഞാൻ പഠിക്കുന്നില്ല, വെറും 10% മാത്രമേ പോയി കൊണ്ടുവന്നിട്ട് വൈകിട്ട് ഇൻവെസ്റ്റ് ചെയ്യണുള്ളൂ. അപ്പം എനിക്ക് ഭയങ്കര ഒരു ഗിൽട്ട് ഉള്ളിൽ കിടപ്പുണ്ട്, എന്തെങ്ങനെ ആവും എന്നുള്ളതൊക്കെ. ഓക്കെ, എന്നിരുന്നാലും ഞാനവിടെ നിന്ന് പഠിക്കുമായിരുന്നു. പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ എക്സാമിൻ്റെയൊക്കെ ടൈമായി കഴിയുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കാറുണ്ട് സത്യമായിട്ടും, ഈ ഒരാളെ എങ്ങനെയാണ് ഇത്രയും മനസ്സിലാക്കി ഇത്രയും ഡീപ്പായിട്ട്. ഇതിനകത്തൊരു ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞാണ്, ഞാൻ പറഞ്ഞ റിപ്പീറ്റേറ്റീവ് ബോർഡായി പോകും. എന്നിരുന്നാൽ പോലും ഞാൻ പറയാണ്, ഓരോരുത്തരെയും ഇൻഡിവിജ്വലായിട്ട് മനസ്സിലാക്കി എങ്ങനെയാണ് ഒരാൾ ഇത്രയും പിക്കപ്പ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ജസ്റ്റ് ക്ലാസ്സിൽ പോയിരിക്കുന്ന ആളാണ്, ക്ലാസ്സിൽ പോയിരുന്ന് വന്നിരുന്ന ആളാണ്. എന്നെക്കുറിച്ച് ഞാൻ എന്ത് പഠിക്കും, ഞാൻ എത്രത്തോളം എഫേർട്ട് ഇടണം, അല്ലെങ്കിൽ ഞാൻ എന്തോരം പഠിക്കണം, ഞാൻ എന്തൊക്കെ ചെയ്യണം, ജോലിക്ക് പോയി ഇങ്ങനെ പഠിക്കണം, അങ്ങനെ എന്ത് ചെയ്യണം, എത്രത്തോളം പഠിക്കണം, എന്തിൽ ഫോക്കസ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ഒരാൾ പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയസ്ലി ഞാനിപ്പോഴും എൻ്റെ ഹോൾ ലൈഫ് ടൈമിലെ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ടീച്ചർമാരിൽ എടുക്കുമ്പോൾ അതിനകത്ത് ഒരാൾ ഷിൻഡോ സാറാണ്.
കാരണം ഒരാളെ ഇത്രയും മനസ്സിലാക്കി പറയാന്നുള്ളത് എന്നെ കൊണ്ട് പറ്റില്ല. എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 10 പിള്ളേർ എന്തെങ്കിലും പഠിക്കാൻ വന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് അവരുടെ എന്ത് അവരുടെ സകല സംഭവം മനസ്സിലാക്കി അവർക്ക് ഡയറക്റ്റ് ചെയ്യാന്നുള്ളത് ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇപ്പം എനിക്ക് പറ്റില്ല. അത് എൻ്റെ എക്സ്പീരിയൻസ് ആണോ എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കും അറിയില്ല. അപ്പോൾ എനിവേ ഇങ്ങനൊരു സംഭവം, ആ ഒരു സംഭവം ഉണ്ട് അവിടെ. അങ്ങനെ ഒരു, അതായത് എന്താ പറയുക, എൻ്റെ ആവശ്യം എന്താണെന്ന് സാറിന് അറിയായിരുന്നു. സാറ് ഞാനവിടെ ചെന്ന് ഇങ്ങനെ കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് സംഭവം, സിറ്റുവേഷൻ ഇങ്ങനെയാണ്, ഇങ്ങനെ പഠിക്കണം എന്നൊക്കെ പറഞ്ഞു തന്നു. നമ്മളങ്ങനെ ചെയ്തു. 2018 എനിക്ക് വന്ന എക്സാംസിൽ ഇപ്പോൾ 2-3 എക്സാം ഉണ്ടായിരുന്നു, മെയിൻ എക്സാമുകൾ. ആ എക്സാമുകളിൽ എല്ലാത്തിലും ഞാൻ റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. പിന്നെ ഇത് കൂടാതെ ഷിപ്പ് യാർഡിൽ ഞാൻ ആക്ച്വലി ഒരു ടെമ്പററി പോസ്റ്റിലായിരുന്നു. ഷിപ്പ് യാർഡിൽ തന്നെ പെർമനൻറ്റ് പോസ്റ്റ് എനിക്ക് 2018 തന്നെ എഴുതി കിട്ടി.